ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ക്ലയൻസിനും വേൾഡ് വൈഡ് എല്ലാവർക്കും ഹാപ്പി ഓണം ഗ്രീറ്റിങ്സ്. ഇന്ന് നമുക്കിവിടെ ഒരുപാട് പേരുടെ ഉറക്കം കളയുന്നൊരു പ്രശ്നമാണ് ഇവിടെ കാനഡയിൽ. അതിപ്പം സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്തോട്ടെ, അല്ലെങ്കിൽ PR അപ്ലൈ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഫാമിലി സ്പോൺസർഷിപ്പിന് അപ്ലൈ ചെയ്തോട്ടെ, ഇവരുടെയൊക്കെ ഒരു വലിയൊരു നൈറ്റ്മെയറായിട്ട് മാറിയിരിക്കുകയാണ് ഈ PFL. അപ്പോൾ PFL എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ഫെയർനെസ് ലെറ്റർ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി an indication that officer has smelled something wrong and something fishy, and probably that he's almost set his mind to refuse the application. But അതിന് മുന്നേ അദ്ദേഹം അവസാനം ഒരു അവസരം കൊടുക്കുകയാണ്, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പം അത് ഇവിടെ ഒരുപാട് പേർക്ക് PFL വന്നിട്ട് അവർ തന്നെ റെസ്പോണ്ട് ചെയ്തിട്ട് വലിയ പ്രശ്നങ്ങളായിട്ട് റെഫ്യൂസലൊക്കെ ആയിട്ട് പിന്നെയും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ചിലവർ PFL ലെറ്റർ കിട്ടിയപ്പാട് തന്നെ സാറെന്ന് പറഞ്ഞ് കൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ ആൾക്കാർക്ക് ഒത്തിരി ഉപകാരമാകുന്ന ഒരു സബ്ജക്റ്റ്, പലർക്കും സംശയമുള്ള കൺഫ്യൂഷനുള്ള ഒരു ഏരിയ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയുടെ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാൻ നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് എന്താണ് ഈ PFL എന്ന് പറയുമ്പോഴത്തേക്ക് ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന് ഓരോ അപ്ലിക്കേഷൻസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് സ്വാഭാവികമായിട്ടും അവിടെ ചില ഇൻകൺസിസ്റ്റൻസീസ് അല്ലെങ്കിൽ ചില ഡോക്യുമെൻ്റ് ഇൻഫർമേഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ചില കോൺട്രഡിക്ഷൻസ്, ഡിസ്ക്രിപ്പൻസീസ് ഇതൊക്കെ അവർക്ക് കാണാം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും പണ്ടൊക്കെ കുറച്ചൊക്കെ കണ്ടുമുട്ടുമായിരുന്നു. ഇപ്പോൾ പൊതുവേ ഇമിഗ്രേഷൻ ടൈറ്റാണ്. പല കേസുകളും റെഫ്യൂസ് ചെയ്യാനുള്ള നല്ല ഫുൾ പവർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആൾക്കാർ ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചിട്ട് ഈ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവർ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ല. ഇന്ത്യൻസ് വെഡ്ഡിങ്സ് പോലും വളരെയധികം സംശയത്തോടെയാണ് ഇപ്പം കനേഡിയൻ ഇമിഗ്രേഷൻസ് ഓഫീസേഴ്സ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ PFL ഇഷ്യൂ ചെയ്യുന്നത് ഇമിഗ്രേഷൻ ഓഫീസർക്ക് ഒരു അപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്യാനുള്ള പല സാധ്യതകളും കാണുമ്പോഴത്തേക്ക് അത് ഏത് ബേസിലായാലും, അത് ഡോക്യുമെൻറ്റ് ഇൻഫർമേഷൻ ഇൻകൺസിസ്റ്റൻസി ആയാലും, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മാറ്റർ ആയാലും, പിന്നെ പ്രൂഫ് ഓഫ് ഫണ്ട്സിൻ്റെ കാര്യത്തിലായാലും, ഇൻഅഡ്മിസിബിലിറ്റി ക്രിമിനൽ ഗ്രൗണ്ടിലോ ഹെൽത്ത് ഗ്രൗണ്ടിലോ ആണെങ്കിൽ കൂടി ഇതൊക്കെ അവർക്ക് കാരണമായിട്ട് അവർക്ക് PFL ഇഷ്യൂ ആവുന്നതേ ഉള്ളൂ. ഈ PFL ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് മിക്കവാറും ഇത് 7 days ആണ് ഈടായി കൊടുക്കുന്നത്. വെരി ഷോർട്ട് ടൈം ഫോർ സമ്മൺ ടു ഈവൻ ഫൈൻഡ് എ പ്രോപ്പർ ഡോക്യുമെൻ്റ് ഓർ എക്സ്പ്ലനേഷൻ ആൻഡ് ടു റിയാക്ട്. അപ്പോൾ ആൾക്കാർക്ക് കഴിയുന്നത്ര നല്ലൊരു റെസ്പോൺസ് പോലും കൊടുക്കാൻ പറ്റാതിരിക്കട്ടെ എന്നാണ് ഇമിഗ്രേഷൻ ഓഫീസറും ആഗ്രഹിക്കുന്നത്. ഈ 7 days നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ അപ്ലിക്കേഷൻ റെഫ്യൂസ് ചെയ്യുന്ന കൂടി ഈ PFL മിക്കവാറും അവർ എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ഒരു സീരിയസ് മാറ്ററാണ്. പലരുടെയും ഉറക്കം കിടന്ന, പലരുടെയും ഭാവി മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ PFL ഒഴിവാക്കാനുള്ള കുറച്ച് ടിപ്സും, അതുപോലെ തന്നെ അങ്ങനെ വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിൽ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കുറച്ച് ടിപ്സും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം തരാൻ വേണ്ടി നോക്കുന്നത്. അപ്പം കാരണങ്ങൾ പറയുമ്പോഴത്തേക്ക് ഒന്ന് ഈ മിസ്റെപ്രസൻറ്റേഷൻ തന്നെ. അതായത് നമ്മൾ പല കാര്യങ്ങളും ഇൻഫർമേഷൻസ് വിത്ത് ചെയ്യുകയോ, അല്ലെങ്കിൽ മുന്നേ കൊടുത്ത ഏതെങ്കിലും അപ്ലിക്കേഷനും ഇപ്പം കൊടുത്ത അപ്ലിക്കേഷനായിട്ട് രണ്ടും കൂടുതൽ കോൺട്രഡിക്റ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന് അതൊരു റെഡ് ഫ്ലാഗാണ്. അവരതനുസരിച്ചിട്ട് PFL ഇഷ്യൂ ചെയ്യാം. ഇപ്പോൾ ഒരു മാരേജ് ആണെങ്കിൽ ആ മാരേജിൻ്റെ ഒതൻറ്റിസിറ്റി, ഒരു സ്പോൺസർ സ്പോൺസർഷിപ്പ് അപ്ലിക്കേഷനിൽ ആ മാരേജിൻ്റെ ഒതൻറ്റിസിറ്റി അവർക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് PFL പിന്നെ ഇഷ്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്റ്റഡി വിസ ആപ്ലിക്കേഷനിൽ ഇദ്ദേഹം പഠിക്കാൻ വരുന്ന കോഴ്സും ഇദ്ദേഹത്തിൻ്റെ പഴയ ബാക്ക്ഗ്രൗണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ പ്രൂഫ് ഒന്നും എവിടെയും മാച്ച് ആവുന്നില്ലെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗാണ്. അതവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ PFL ഇഷ്യൂ ചെയ്യാം. ഒരു ബിസിനസ് ഇൻവെസ്റ്റർ വിസയിൽ അവർ ചെയ്യാൻ പോകുന്ന ബിസിനസ് പ്ലാനും ഈ ബിസിനസ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ സ്കിൽ സെറ്റ്സും ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിൻ്റെ പ്രൂഫ് ഓഫ് ഫൈനാൻസ് ഒന്നും എവിടെയും പല രീതിയിൽ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടും കോൺട്രഡിക്ടറി ആണെങ്കിൽ അതിനും അവർക്ക് PFL ഇഷ്യൂ ചെയ്യാം. അപ്പോൾ മിക്കവാറും PFL എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ബാഡ് സിഗ്നൽ. അതായത് they're just letting you know that I am almost made up my mind to refuse your application, and probably 1 or 2 areas, if you can somewhat convince me, I will be able to make a positive decision in your case എന്നുള്ള രീതിയിലാണ് ഇത്. അതിൻ്റെ ഒരു ഹിഡൻ മെസ്സേജ് അതാണ്. അപ്പോൾ അത് ഞാൻ 7 days തരുന്നു. ഈ 7 daysനകത്ത് നീ പ്രോപ്പർ റെസ്പോൺസായിട്ട് വന്നിട്ടില്ലെങ്കിൽ ആ റെസ്പോൺസ് തന്നുകൊണ്ട് മാത്രം പോരാ, റെസ്പോൺസ് ഷുഡ് ബി മച്ച് മോർ പ്രൊഫഷണൽ ആൻഡ് കൺവിൻസിങ്. അതർവൈസ് ഐ ക്യാൻ ജസ്റ്റ് മേക്ക് മൈ ഓൺ ഡിസിഷൻ എന്നുള്ള രീതിയിൽ ഓഫീസർ തരുന്ന വാണിംഗ് ആണ് PFL. അപ്പോൾ അതുകൊണ്ട് തന്നെ PFL ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മിസ്റെപ്രസൻറ്റേഷൻ, അത് ജസ്റ്റ് വിസ റെഫ്യൂസൽ മാത്രമല്ല, നമുക്ക് ഒരു 5 years ബാൻ കൂടി കിട്ടാനുള്ള അത്രയും റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ
ഒരു ആപ്ലിക്കേഷനിൽ അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ വിസ വാസ് റെഫ്യൂസ്ഡ് ഇൻ ദ പാസ്റ്റ്, അല്ലെങ്കിൽ വാട്ട് ഡിഡ് യു ഡു ഡ്യൂറിങ് ദിസ് പെർട്ടിക്കുലർ പീരിയഡ് ബിഫോർ യു കെയിം ടു കാനഡ. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ശരിയാകുന്നില്ല, ഒന്നും മാച്ച് ആവുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും ജോലി എന്ന് പറയുന്നു, ആ ജോബ് ചെയ്തതിൻ്റെ പ്രൂഫായിട്ട് കൊടുത്ത ഡോക്യുമെൻറ്റ്സും ജോബുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല ടൈറ്റിലുമായിട്ട്, അങ്ങനെ വരാം. ഇതൊക്കെ എലാബറേറ്റ് പറയുന്ന ഒരുപാട് ഈ സമയമെടുക്കും. ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞിരുന്നു പറഞ്ഞാൽ ഇൻഫർമേഷൻസ് വിത്ത് ഹോൾഡ് ചെയ്യുന്നതും കോൺട്രഡിക്റ്ററി ഇൻഫർമേഷൻസ് കൊടുക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത ഒരു ജോബ് എക്സ്പീരിയൻസ് ഒക്കെ പ്രൂവ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിലായിരിക്കുന്നതും, ഒരു ഫൈനാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡോക്യുമെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മറ്റും കാര്യങ്ങൾ കംപ്ലീറ്റ് അവർക്ക് ഫ്രോഡിനായിട്ട് തോന്നുന്നതാണ്. ഫോർ എക്സാമ്പിൾ, യു ടെൽ ദം ദാറ്റ് യു ഹാവ് ഇനഫ് ഫണ്ട് ബട്ട് it looks like some kind of money laundering or the money source of the money came from what, everything is contradictory. അങ്ങനെ സംഭവിക്കാം. ഇപ്പോൾ ഒരു പ്രൂഫ് ഓഫ് ഫണ്ട് കാര്യം പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ PR ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കും. ലെറ്റ്സ് സേ $25,000 എന്ന് പറഞ്ഞിട്ട്, ഇത് ലാസ്റ്റ് ഈ അപ്രൂവലിന് ജസ്റ്റ് 2 മാസം മുന്നേ ഓഫീസർക്ക് വേണമെങ്കിൽ ആദിക്കാം, ഓക്കെ ഐ എം സെൻഡിങ് എ PFL ടു പ്രൂവ് ദാറ്റ് യു ഹാവ് സെയിം ഫണ്ട് ഇൻ ദ ബാങ്ക് ലാസ്റ്റ് 6 months. പലരും എന്ത് ചെയ്യുന്നു, എനിക്കിങ്ങനെ ഒരു മാംഗ്ലൂരിൽ ഡോക്ടറിൻ്റെ കേസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാർ കാണിച്ച ഫണ്ട് പെട്ടെന്ന് ഇങ്ങനെ ലെറ്റർ വന്നപ്പോഴത്തേക്ക് ഫണ്ടില്ല. അവർ 20 lakhs എന്തോ ബാങ്കിലുണ്ടെന്ന് അന്ന് കാണിച്ചിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം വന്ന് PFL വരുമ്പോഴത്തേക്ക് ബാങ്കിൽ 12 ലക്ഷമേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നോട് പറഞ്ഞൊന്നും ഡിസ്കസൊന്നും ചെയ്തില്ലല്ലോ, പറയണമായിരുന്നില്ലേ, അറ്റ്ലീസ്റ്റ് ചോദിക്കണമായിരുന്നില്ലേ, കാരണം ഇങ്ങനെ റിസ്ക് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അത് ഭാഗ്യത്തിന് അതൊരു 6 മാസം മുന്നേ എടുത്തത്. 6 മാസം മുന്നേ മദറിനൊരു വളരെ സീരിയസ് ആയിട്ടുള്ള സർജറി വന്നപ്പം എടുക്കേണ്ടി വന്നതാണ്. ബട്ട് അത് അവർ ആ കാശ് രണ്ടാമത് ഇട്ട് അതിൻ്റെ ആ എക്സ്പ്ലനേഷനും ഈ മദറിൻ്റെ മെഡിക്കൽ കണ്ടീഷനും ഡോക്യുമെൻ്റൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്ക് അവർ അക്സെപ്റ്റ് ചെയ്തു. ബട്ട് ഇഫ് യു ഡിഡ് നോട്ട് റെസ്പോണ്ട് ടു ദം സോ പ്രൊഫഷണലി വിത്ത് ഓൾ ദോസ് കൺവിൻസിങ് story or details or documents, then things could go wrong and it can end up in refusal, correct? അടുത്ത് വേറൊരാൾ PFL വന്ന് അദ്ദേഹം ടിം മോർട്ടൻസിൽ എവിടെ മാനേജറായിരുന്നു. അവിടുന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, പുള്ളിക്ക് 2 മാസം നാട്ടിൽ പോയി ട്രീറ്റ് ചെയ്യേണ്ടായി. പുള്ളി ഈ കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് നമ്മളതിൻ്റെ മെഡിക്കൽ റെക്കോർഡ് മറ്റൊക്കെ കൊണ്ടുവന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴത്തേക്ക് അതും പുള്ളിക്ക് PR അപ്രൂവ് ആയി കിട്ടി. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെങ്കിലും അത് എപ്പോഴും ഞാൻ അഡ്വൈസ് ചെയ്യത്തില്ല. PFL വരുത്താതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ടത് ആദ്യം തന്നെ. PFL വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ റിസ്ക് ആയി. പിന്നെ അതിൽ നമ്മൾ രക്ഷപ്പെടുന്ന പറഞ്ഞാൽ മേ ബി 7 out of 10 മാക്സിമം നിങ്ങൾ ലോയറത്തൊക്കെ പോയാൽ തന്നെ അത്രയൊക്കെ തന്നെ നടക്കത്തുള്ളൂ. എന്നാലും ഒരു 30% 40% സ്റ്റിൽ ക്യാൻ ഗെറ്റ് റെഫ്യൂസ്ഡ്. കാരണം മേ ബി ദർ ഈസ് ഇനഫ് ഡാമേജ് ഈസ് ഡൺ ബിയോണ്ട് റിപ്പയർ, അങ്ങനെ സംഭവിക്കാം കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ ഈ PFL ഒഴിവാക്കാനും ഇനി PFL വന്നാത്തതിന് പ്രോംപ്റ്റായിട്ട് റെസ്പോൺസൊക്കെ കൊടുത്തിട്ട് ഓഫീസേഴ്സിനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് അപ്രൂവ് ചെയ്യിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളോട് പറഞ്ഞു തന്നു. അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു PFL വന്നാൽ തന്നെ ദയവായിട്ട് പ്ലീസ് ഗോ ടു എനി കൺസൾട്ടൻറ്റ് ഓർ ഗുഡ് കൺസൾട്ടൻറ്റ് ഓർ ലോയർ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ റെസ്പോണ്ടിങ് ദം ഇൻ ടൈം വെരി പ്രൊഫഷണലി. ഒരു ലോയർ ഓഫീസൊക്കെ വഴി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈവൻ കേസ് ലോ ഒക്കെ യൂസ് ചെയ്യും. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഓഫീസറിനെ കഴിയുന്നത്ര നമ്മൾ അവരുടെ വായടപ്പിക്കാനോ ഓഫീസറിനെ ഒരു രീതിയിൽ റെഫ്യൂസലാക്കാനുള്ള ഒരു കാരണം, ഒരു ലൂപ്പ് ഹോൾ പുള്ളിക്ക് കൊടുക്കാതിരിക്കാനോ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസ് ഇപ്പോൾ എനിക്ക് അടുത്ത് വന്ന എൻ്റെ മലയാളി കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് പേർക്കറിയാം. പലരും ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ലെറ്റർ, എംപ്ലോയ്മെൻറ്റ് പ്രൂവ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ലെറ്റർ പോരായിരുന്നു, അതൊരു ജെന്യൂൻ ലെറ്റർ ഉണ്ടായി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആ എംപ്ലോയറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് മറ്റൊക്കെ ഇമിഗ്രേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ചിലവർ ആക്സിഡൻറ്റ് പറ്റി 2-3 മാസം ജോലി ചെയ്തിട്ടില്ലായിരുന്നു, ജോലി ചെയ്തെന്നാണ് പേപ്പറിൽ കാണിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ട് ആ സമയത്ത് ആക്സിഡൻറ്റ് പറ്റിയെന്നുള്ളതിൻ്റെ റിപ്പോർട്ടും മെഡിക്കൽ റെക്കോർഡും ഡോക്ടർ റിപ്പോർട്ടും ഒക്കെ കൊടുത്തുകൊണ്ട് അതിനെ പിന്നെ ഇൻറ്റൻഷനലായിട്ട് ഇത് ഒരിക്കലും നമ്മൾ ഹൈഡ് ചെയ്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് പറയാൻ തന്ന. ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ബട്ട് എനിക്ക് ഇത്രയും ബ്രീഫായിട്ട് പറയാനുള്ളൂ. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി യു മസ്റ്റ് കോൺടാക്ട് എ കൺസൾട്ടൻറ്റ് ഓർ ഗുഡ് ലോയർ ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ റെസ്പോണ്ടിങ് ടു ഇമിഗ്രേഷൻ കാനഡ മോസ്റ്റ് എഫിഷ്യൻ്റ്ലി ആൻഡ് പ്രൊഫഷണലി വിത്തിൻ ദാറ്റ് പെർട്ടിക്കുലർ ഡെഡ് ലൈൻ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ വലിയൊരു പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ഒരിക്കൽ വിസ ഇതൊക്കെ റെഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഇന്ന് ഫെഡറൽ കോർട്ടിലോ മറ്റ് അപ്പീലിനൊക്കെ പോകുന്നതെന്നേക്കാൾ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്, വെരി ടൈം കൺസ്യൂമിങ്. അവിടെയും പോയാൽ ചിലപ്പോൾ രക്ഷപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ദയവായിട്ട് നിങ്ങൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഷുഡ് ബി ദ ബെസ്റ്റ് ആപ്ലിക്കേഷൻ. മിസ്റ്റേക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. പൈസ നോക്കിയിട്ട് കാര്യമില്ല. PR ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ജോലി ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കുമായിരിക്കും. ബട്ട് വൺസ് യു ലോസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി, ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. കാരണം PR ആവാൻ ഇന്ന് അത്രയും ടൈറ്റാണ് കാനഡൻ്റെ അവസ്ഥ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ PR ആകാൻ പോയിട്ട്
നമ്മുടെ മണ്ടത്തരങ്ങൾ കൊണ്ട് PR ആവാതെ റെഫ്യൂസൽ കിട്ടുക, അതിൻ്റെ കൂടെ 5 വർഷത്തെ ബാനും കൂടി കിട്ടിയാൽ പിന്നെ സുന്ദരമായി. അപ്പം അതുകൊണ്ട് തന്നെ ലോയറെ പോയി കണ്ടാലും പിന്നെ റീകൺസിഡറേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടൊന്നും കാര്യം നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം PR അപ്ലിക്കേഷൻസ്, സ്പൗസൽ സ്പോൺസർഷിപ്പ് അപ്ലിക്കേഷൻ, സീരിയസ് അപ്ലിക്കേഷൻസ് വളരെ പ്രൊഫഷണലായിട്ട് ആദ്യം തന്നെ ചെയ്യാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത്. ഇന്ന് പണ്ടത്തെ ഇമിഗ്രേഷൻ കാനഡയല്ല ഇത്. ഇന്നത്തെ ഇമിഗ്രേഷൻ കാനഡ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് കണ്ടുപിടിച്ച് എത്ര മാക്സിമം കേസ് റെഫ്യൂസ് ചെയ്യാൻ പറ്റുമോ അതാണ് അവരുടെ ടാർഗറ്റ്. അപ്പോൾ അതിന് നമുക്ക് മാക്സിമം മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നവരെ ജസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഷെയർ വിത്ത് ഓൾ യുവർ ഫ്രണ്ട്സ് ആൻഡ് കളീഗ്സ്. ആൻഡ് പിന്നെ അതുപോലെ നിങ്ങൾ ഓണൊക്കെ അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്യും. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.